ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻ. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നമ്മുടെ 7ാമത്തെ ചാപ്റ്ററായ തൊടുവര ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ABBC and CA are tangent to the circle center at O, touching the circle at P, Q and R respectively as shown in the figure. O കേന്ദ്രമായ വൃത്തത്തിലെ തൊടുവരകളാണ് ABBC എന്നിവ. PQR എന്നീ ബിന്ദുക്കൾ തൊടുവരകൾ തൊടുന്നു. ഫൈൻഡ് QOR കാണുക. QOR ഈ ആംഗിൾ, ഇത് മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് 360 കിട്ടും. ഒരു സർക്കിൾ അവിടെ ഫോം ചെയ്യും കേട്ടോ. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 360 കിട്ടും. അപ്പം 360 100 110 കൂട്ടിയിട്ട് മൈനസ് ചെയ്യുക. 100 110 210 വരും. അപ്പോൾ 360 210, 0 നിന്ന് 0 പോയി, 6 നിന്ന് 1 പോയാൽ 5 കിട്ടും, 3 നിന്ന് 2 പോയാൽ 1 കിട്ടും, 150 ഡിഗ്രി. ഇനി ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ട്രയാംഗിൾ ABC. ABCയുടെ ആംഗിളുകൾ കാണാനാണ്. ഇവിടെ 150 വരും. ഓക്കെ, ഇവിടെ 110 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 70 വരും. ഇവിടെ 100 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 80 വരും. ഇവിടെ 150 ആണെങ്കിൽ ഇവിടെ 30 വരും. കാരണം റേഡിയസുകൾ തമ്മിലുള്ള കോണും ടാൻജൻറ്റുകൾ തമ്മിലുള്ള കോണും കൂടി കൂട്ടിയാൽ 150 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ആംഗിൾ A = 80, B = 70, C = 30. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ? ഈ കോണുകൾ കൂട്ടുമ്പോൾ 180 ആണ് കിട്ടുക. 180 ആണ് കിട്ടുക. Draw a circle of radius 2.5 cm and mark a point 6 cm away from the center of the circle. ഈ ഒരു വർഷത്തെ ചോദ്യം കൂടി കഴിയുമ്പോൾ ഉറപ്പായി എന്ത്, ഈ സാധനം ഈ വരക്കാനുള്ള എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അടുത്ത വർഷവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ വരക്കാനുള്ളതെല്ലാം മക്കളെ നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിച്ചിട്ട് പോകുക. വളരെ സിമ്പിളായിട്ട് വരക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, വരക്കാനുള്ളതല്ല, ഇത് മാത്രം നല്ല എല്ലാം പഠിച്ചിട്ട് പോകുക കേട്ടോ. ഇനിയിപ്പോൾ ഈ വർഷം വേറെ വരക്കാനുള്ളതും ചോദിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഹൗ മെനി ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ടു ദ സർക്കിൾ ഫ്രം ദിസ് പോയിന്റ്. ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് എത്ര തൊടുവരകൾ വരക്കാൻ പറ്റും? 2 എണ്ണം. ഇനി അത് വരക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ വരക്കാൻ പോവാണ്. ഓക്കെ, 2 എണ്ണം വരക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം 2.5 സെൻറ്റിമീറ്ററിൽ നമുക്കൊരു സർക്കിൾ വരക്കാം. ഇനി വൃത്തകേന്ദ്രത്തിൽ നിന്നും എന്ത് വരക്കണം? നമുക്ക് തന്നിട്ടുള്ള ലെങ്ത്തിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ് കാണാം. മോർ ദാൻ ഹാഫ് എടുത്തുകൊണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. നമുക്ക് ഈ ലൈനുകളെ കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്ത പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി, ലംബസമഭാജിയായി. ഓക്കെ, ഇനി ലംബസമഭാജി ആ ലൈനെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ലെങ്ത് എടുക്കുക, സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്. ഈ സർക്കിളുകൾ കൂട്ടിമുട്ട പോയിന്റിലേക്ക് വരച്ചാൽ മതി. അതാണ് നമ്മളുടെ റേഡിയസ്, ടാൻജന്റ്, തൊടുവര. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടാൻജന്റ് വരച്ചത്. ഓക്കെ, അടുത്ത് ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ് 5 cm, 6 cm and 7 cm. ഡ്രോ ദ ഇൻസർക്കിൾ ഓഫ് ദ ട്രയാംഗിൾ, മെഷർ ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ. വശങ്ങളുടെ നീളം 5 cm, 6 cm, 7 cm ആയ ത്രികോണം വരച്ച് അതിൻ്റെ അന്തർവൃത്തം വരക്കുക. അന്തർവൃത്തത്തിൻ്റെ ആരം അളന്നെഴുതുക. 5 മാർക്കിന് 2024 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റുകളിൽ നമ്മളൊരു ട്രയാംഗിൾ വരക്കണം. ആ ട്രയാംഗിൾ വരച്ചതിന് ശേഷം ആ ട്രയാംഗിളിൻ്റെ ഇൻസർക്കിൾ വരക്കണം, അന്തർവൃത്തം വരക്കണം. അപ്പോൾ ആദ്യം 7 cm വെച്ചു. ഇനി 5 മാറുമാണ്, അതിന് കോമ്പസ് എടുക്കുക. ആറ് സെൻറ്റിമീറ്റർ എടുത്തു.
മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി 5 സെൻറ്റിമീറ്ററാണ് അടുത്ത് നമുക്ക് വേണ്ടത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൊടുന്ന് വെക്കുക കേട്ടോ. ഈ 7ൻ്റെ ഇങ്ങനെ അറ്റത്ത് വെച്ചിട്ട് ആർക്കിനെ കട്ട് ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് 6ഉം ഒരു സൈഡിൽ നിന്ന് 7ഉം അല്ലേ വേണ്ടി. ഈ കട്ട് ചെയ്ത പോയിന്റുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ട്രയാങ്കിളായി, ത്രികോണമായി കേട്ടോ. ത്രികോണം വരച്ച് ചെയ്യും നമ്മൾ. നമ്മുടെ ത്രികോണമായി. ഇനി ഈ ത്രികോണത്തിൻ്റെ അന്തർവൃത്തം വരക്കണം. അതിന് ഓരോ കോണിലും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ചാപങ്ങൾ വരയ്ക്കുക, സൈഡുകളെ കട്ട് ചെയ്താണ്ട്. എല്ലാ കോർണറിലും വരയ്ക്കുക. ഇനി നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനി അപ്പുറത്തെ അറ്റത്ത് വെച്ചിട്ട് ഈ ആർക്കിനെ നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു കോണിൻ്റെ ആംഗിൾ ബൈസെക്ടറായി. ഇതേപോലെ മറ്റതിന് രണ്ടിനും വരയ്ക്കുക കേട്ടോ. രണ്ടാമത്തെ കോണിൻ്റെ ആംഗിൾ ബൈസെക്ടറും നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തും വരയ്ക്കാം. മൂന്നാമത്തും ഈ പോയിന്റിൽ തന്നെ ആയിരിക്കും കൂട്ടിമുട്ടുക. ഈ ആംഗിൾ ബൈസെക്ടറുകളെല്ലാം ഒരേ പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത്. ഇനി ആ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ലെങ്ത് എടുക്കാം, മെഷർമെൻറ്റ്. ഇനി അതൊരു സർക്കിളാക്കി വരച്ച് കഴിഞ്ഞാൽ അത് 3 മൂലയിലും ടച്ച് ചെയ്യും, 3 സൈഡിലും ടച്ച് ചെയ്യും കണ്ടോ. അതാണ് ഇൻസർക്കിൾ അന്തർവൃത്തം. ഈ നീളം സ്കെയിലിൽ അളന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസും കിട്ടും. It's 1.6 എന്ന് കിട്ടും. അപ്പോൾ ഇൻ സർക്കിളിൻ്റെ റേഡിയസ് 1.6 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇൻ സർക്കിൾ വരക്കുന്നത് എങ്ങനെയാണെന്ന് ഐഡിയ കിട്ടിയാലോ. അതേപോലെ തന്നെ ഒരു വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഇത്ര സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിന്റ്, എന്നിട്ട് ആ പോയിന്റിൽ നിന്നും 2 ടാൻജൻറ്റുകൾ വരക്കുന്നത്. ഈ വരക്കാനുള്ളത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് പഠിക്കുക കേട്ടോ മക്കളെ. വരക്കാനുള്ളത് ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നന്നായിട്ട് വരച്ച് തന്നെ പഠിക്കുക. ഇൻ സർക്കിൾ വരക്കാൻ, അതേപോലെ തന്നെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇത്ര സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിന്റ് വെച്ചിട്ട് അവിടെ നിന്ന് 2 ടാൻജൻറ്റുകൾ വരക്കാൻ, പിന്നെ സിമ്പിളായിട്ടൊരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ വരക്കാൻ, പിന്നെ ട്രയാങ്കിൾ 3 കോണുകൾ അല്ലെങ്കിൽ 3 കോണുകൾ തന്നിട്ട് സർക്കിളും റേഡിയസും തന്നിട്ട് ട്രയാങ്കിൾ വരക്കാൻ, വശങ്ങളെല്ലാം വൃത്തത്തിൽ തൊടുന്ന രീതിയിൽ. ഇതൊക്കെ നന്നായിട്ട് വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.